നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ദേശീയപാത പുതുക്കാട് സെന്ററിൽ കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. ആർക്കും പരുക്കില്ല. തിങ്കളാഴ്ച രാവിലെ 8:30യോടെയാണ് സംഭവം. പുതുക്കാട് സിഗ്നലിൽ മുന്നിൽ പോകുകയായിരുന്ന കാർ അപ്രതീക്ഷിതമായി ബ്രേക്കിട്ടപ്പോൾ പിറകിൽ വരികയായിരുന്ന കാർ ഇടിക്കുകയായിരുന്നു. ചാലക്കുടിയിൽ നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറുകളാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ പിറകിലെ കാറിന്റെ മുൻവശം ഭാഗികമായി തകർന്നു. ദേശീയപാതയിൽ വൻ ഗതാഗതക്കുരുക്ക്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂർ മുതൽ നന്ദിക്കര വരെ വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം. മഴ പെയ്ത് സർവീസ് റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ വാഹനങ്ങളുടെ യാത്ര മന്ദഗതിയിലായി. അരമണിക്കൂറോളം എടുത്താണ് പുതുക്കാട് നിന്നും ആമ്പല്ലൂർ അടിപ്പാത കടന്ന് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇതേ വാഹനങ്ങൾ ടോൾ പ്ലാസയിലും ഏറെ നേരം കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ്. 2 ദിവസത്തെ അവധി കഴിഞ്ഞുള്ള ദിവസമായതിനാൽ ദേശീയപാതയിലെത്തുന്ന വാഹനങ്ങളുടെ എണ്ണവും കൂടുതലായിരുന്നു. ഗതാഗതക്കുരുക്കായതോടെ ദേശീയപാതയിലുടനീളം വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെടുകയും യാത്ര മന്ദഗതിയിലാകുകയും ചെയ്തു. ഗതാഗത തടസ്സം കാരണം ആംബുലൻസുകൾക്കും യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ട് നേരിട്ടു. KSRTC ഉൾപ്പെടെയുള്ള ബസ്സുകളിലെ യാത്രക്കാരും വാഹനങ്ങളിൽ കുടുങ്ങി ദുരിതത്തിലായി. വിദ്യാർത്ഥികളും ജോലിക്ക് പോകുന്നവരും സമയത്ത് എത്താനാകാത്ത അവസ്ഥയായിരുന്നു. മഴയുള്ള ദിവസങ്ങളിൽ ഇവിടെ ഗതാഗതക്കുരുക്കുണ്ടാകുന്നത് പതിവായിരിക്കുകയാണ്. KLDC കനാലിന് കുറുകെ കോന്തിപ്പുലത്ത് നിർമ്മിച്ച താൽക്കാലിക തടയണ പൊളിച്ചു നീക്കാത്തതുമൂലം പറപ്പൂക്കര പഞ്ചായത്തിൽ രൂപപ്പെട്ട കനത്ത വെള്ളപ്പൊക്ക ഭീഷണിക്ക് ഒടുവിൽ പരിഹാരമായി. തടയണ നീക്കാൻ വൈകുന്നതിനെതിരെ നാട്ടുകാരിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് NCTV വാർത്ത നൽകിയിരുന്നു. ഈ വാർത്താ ഇടപെടലിന് പിന്നാലെയാണ് ഇപ്പോൾ തടയണ പൊളിച്ചു നീക്കാനുള്ള നടപടികൾക്ക് തുടക്കമായത്. കാർഷികാവശ്യങ്ങൾക്കായി എല്ലാ വർഷവും ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് ഇവിടെ താൽക്കാലിക തടയണ നിർമ്മിക്കാറുള്ളത്. കൃഷി കഴിഞ്ഞ് ഏപ്രിൽ മാസത്തോടെ ഇത് പൊളിച്ചു നീക്കേണ്ടതായിരുന്നു. എന്നാൽ ഏപ്രിൽ കഴിഞ്ഞിട്ടും സംസ്ഥാനത്ത് കാലവർഷം കനത്തിട്ടും തടയണ നീക്കാൻ അധികൃതർ തയ്യാറായിരുന്നില്ല. ഇതോടെ കനാലിൽ ജലനിരപ്പ് ഉയരുകയും പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ 15, 16, 17, 18 വാർഡുകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാവുകയും ചെയ്തു. ഇതിനു പുറമെ കനാലിൽ നിർമ്മാണം പുരോഗമിക്കുന്ന മറ്റൊരു ചെക്ക് ഡാമിന്റെ ഭാഗത്തും തടസ്സങ്ങൾ നിലനിന്നിരുന്നതിനാൽ ഒഴുക്ക് പൂർണ്ണമായി നിലയ്ക്കുന്ന അവസ്ഥയിലായിരുന്നു. വിഷയം കനത്ത ജനകീയ പ്രതിഷേധത്തിന് വഴിവെച്ചതോടെ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് ചിറ്റിലപ്പിള്ളി, വൈസ് പ്രസിഡന്റ് A രാജീവ്, പഞ്ചായത്ത് അംഗം ഷാജു കോമ്പാറക്കാരൻ എന്നിവർ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടു. കഴിഞ്ഞ ദിവസം നടന്ന താലൂക്ക് സഭയിൽ ഈ വിഷയം ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് ചിറ്റിലപ്പിള്ളി ശക്തമായി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. NCTV വാർത്തയും വന്നതിന് പിന്നാലെ അധികൃതർ ഇടപെട്ട് തടയണ പൊളിച്ചു നീക്കുന്ന ജോലികൾ ആരംഭിക്കുകയായിരുന്നു. ഇത്തരത്തിലുള്ള സമയബന്ധിതമായ ഇടപെടലുകളാണ് നാടിന് ആവശ്യമെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് ചിറ്റിലപ്പിള്ളിയും പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രനും വ്യക്തമാക്കി. കോന്തിപുരം ഭാഗത്ത് താൽക്കാലിക തടയണ സമയത്തിന് പൊട്ടിച്ചില്ലെങ്കിൽ ജനങ്ങൾ ഒരുപാട് ദുരിതത്തിലാവാറുണ്ട് എല്ലാ വർഷവും. എന്നാൽ ഈ വർഷം അത് വളരെ വൈകിപ്പോയി. കഴിഞ്ഞ ആഴ്ചയിലാണ് പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇടപെടൽ നടത്തുകയും ചെയ്തത്. കഴിഞ്ഞ ശനിയാഴ്ച താലൂക്ക് സഭയിൽ ഈ വിഷയം ഈ പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയ്ക്ക് ഞാൻ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ സന്തോഷമുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ സമയബന്ധിതമായ ഇടപെടലാണ് നാട്ടിന് ആവശ്യം. അല്ലെങ്കിൽ ദുരിതം വന്നു കഴിഞ്ഞിട്ട് അതിനെ തടയാൻ പോകുന്നതിനേക്കാൾ നല്ലത് ദുരിതം വരുന്നതിന് മുമ്പ് മുൻകരുതൽ എടുക്കുന്നതാണ്. എന്തായാലും വലിയ സന്തോഷമുണ്ട്. KLDC കനാലിന് കുറുകെ കൃഷി ആവശ്യങ്ങൾക്കായിട്ട് ഒരു താൽക്കാലിക തടയണ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏപ്രിൽ മാസത്തിൽ പൊളിച്ചു നീക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ അങ്ങനെ താൽക്കാലിക തടയണ നിർമ്മിക്കാറ്. പക്ഷേ ഇപ്രാവശ്യം മഴ പെയ്തിട്ടും താൽക്കാലിക തടയണ നീക്കാത്തതിനെ തുടർന്ന് കുറച്ചധികം പ്രതിഷേധങ്ങളും വാർത്തകളും എല്ലാതും വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അവർ പൊളിച്ചു നീക്കാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. തടയണ നീക്കം ചെയ്യാൻ ആരംഭിച്ചതോടെ ദിവസങ്ങളായി ആശങ്കയിലായിരുന്ന 100 കണക്കിന് കുടുംബങ്ങളാണ് വെള്ളപ്പൊക്ക ഭീഷണിയിൽ നിന്നും മുക്തി നേടിയത്.
പാലപ്പിള്ളിയിൽ വഴിത്തർക്കത്തെ തുടർന്ന് പുലിക്കണ്ണി സ്വദേശി അബ്ദുൽ ഖാദറിനെ വിനോദയാത്രാ സംഘം മാരകമായി കുത്തിപ്പരിക്കേൽപ്പിച്ചതിൽ പ്രതിഷേധിച്ച് SDPI പുതുക്കാട് മണ്ഡലം കമ്മിറ്റി ധർണ സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഷിഹാബ് കറുമണ്ണിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. പാലപ്പിള്ളി മേഖലയിലെ ജനങ്ങളുടെയും വിനോദസഞ്ചാരികളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി പാലപ്പിള്ളി പിള്ളത്തോട് പരിസരത്ത് അടിയന്തരമായി പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കണമെന്നും മേഖലയിൽ ശനി ഞായർ ദിവസങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. മണ്ഡലം ബ്രാഞ്ച് നേതാക്കളായ ഷൌക്കത്ത് കണ്ണാട്ടിൽ, ഉസ്മാൻ പുലിക്കണ്ണി, അമീർ പാലപ്പിള്ളി, നൌഫൽ അമീർ പൗണ്ട് എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. എൻ്റെ പേര് ഷിഹാബ് കറുമണ്ണിൽ. ഞാൻ SDPIയുടെ പുതുക്കാട് മണ്ഡലം പ്രസിഡന്റാണ്. എന്നോടൊപ്പമുള്ളത് SDPIയുടെ മണ്ഡലം ബ്രാഞ്ച് നേതൃത്വങ്ങളാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പാലപ്പിള്ളി പിള്ളത്തോട് പാലത്തിൻ്റെ പരിസരത്താണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ പാലപ്പിള്ളി പിള്ളത്തോട് പരിസരത്ത് വെച്ചിട്ട് നമ്മുടെ ഈ നാട്ടുകാരനായ ഖാദർ എന്ന വ്യക്തിയെ വിനോദസഞ്ചാരികളായ ക്രിമിനൽ സംഘം മാരകമായി കുത്തി പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഇന്നലെ ഈ പാലപ്പിള്ളി മേഖലയിൽ നടന്നിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ പോലീസ് അധികാരികളോടും അതുപോലെ തന്നെ MLA ഉൾപ്പെടെയുള്ള മുഴുവൻ അധികാരികളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ പാലപ്പിള്ളി മേഖല കുറച്ച് കാലങ്ങളായി വിനോദസഞ്ചാരത്തിൻ്റെ പേരിൽ ഇത്തരം കഞ്ചാവ്, MDMA ഉൾപ്പെടെയുള്ള ലഹരി മാഫിയ സംഘം ഈ മേഖലയിൽ പിടിമുറുക്കുകയും ഈ വിനോദസഞ്ചാരത്തിൻ്റെ പേരിൽ മറവിൽ ഇവർ ഈ പ്രദേശത്ത് ഈ എസ്റ്റേറ്റിൻ്റെ വിജനമായ ഏരിയകൾ കയ്യേറിക്കൊണ്ട് ഇവിടെ അവരെ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. CPM പുലിക്കണ്ണി ബ്രാഞ്ച് അംഗമായ പള്ളിയാലിൽ അബ്ദുൽ ഖാദറിനെ അക്രമി സംഘം കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് പുലിക്കണ്ണിയിൽ പ്രതിഷേധ യോഗം ചേർന്നു. CPM വരന്തരപ്പള്ളി ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പൊതുയോഗം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. NM സജീവൻ അധ്യക്ഷനായി. CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, EK അനൂപ, ആലി കുണ്ടുവായിൽ, ലോക്കൽ സെക്രട്ടറി സന്തോഷ് തണ്ടാശ്ശേരി, അഖിൽ ബാബു എന്നിവർ പ്രസംഗിച്ചു. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ CPI നേതാവ് ആനി രാജയ്ക്കും AISF AIYF പ്രവർത്തകർക്കുമെതിരെ നടന്ന ആക്രമണത്തിൽ ആമ്പല്ലൂരിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. CPI പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം CPI സംസ്ഥാന കൗൺസിൽ അംഗം VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ അധ്യക്ഷനായിരുന്നു. മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി PM നിക്സൺ, ജില്ലാ കൗൺസിൽ അംഗം PK ശേഖരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല ജോർജ്, KR അനൂപി എന്നിവർ പ്രസംഗിച്ചു. KM ചന്ദ്രൻ, VR സുരേഷ്, ഡെനിസ് പൊളിക്കൻ, VA വിജയൻ, PA ജോർജ്, VR രബീഷ്, ജയന്തി സുരേന്ദ്രൻ, രാജി രാജൻ, സുനന്ദ ശശി എന്നിവർ നേതൃത്വം നൽകി. ഒരു മാഫിയ സംഘമായി BJPയുടെ നേതൃത്വത്തിലുള്ള ഈ സംവിധാനം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഈ അടുത്ത കാലത്ത് ഈ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ പരീക്ഷ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ പ്രതികളും BJPയുമായി ബന്ധമുള്ളവരാണ്, യുവമോർച്ചയുമായി ബന്ധമുള്ളവരാണ്. അതുപോലെ തന്നെ BJPയുടെ RSSന്റെ നേരിട്ട് നയിക്കുന്ന നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ എന്ന് പറയുന്ന അവരുടെ അധ്യാപക സംഘടനയുമായി NTUമായി ബന്ധമുള്ളവരാണ് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,905 രൂപയും പവന് 1,11,240 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.